ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 8-ാം തിരുവചനം. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകും. ഈ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഒക്കെ ആവശ്യമുണ്ടോ? ഉണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്രിസ്തു മറുപടി പറയുന്നത്. ആരോടാണ് ആ മറുപടി? മരുഭൂമിയിലെ പരീക്ഷയിൽ പിശാചിന് നൽകുന്ന മറുപടിയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അങ്ങനെ വേണ്ട എന്നൊരു ചിന്ത ഉണ്ടാകുന്നെങ്കിൽ അതാരാണ് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എങ്കിൽ ഈശോ പറഞ്ഞു തരുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അത് നമ്മുടെ കടമയാണ്. അതിന് സമയം കണ്ടെത്തണം. എല്ലാത്തിനും ഒടുവിലല്ല, എല്ലാത്തിനും ആദ്യം നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അതിന് അവസരമൊരുക്കണം, അതിന് സാഹചര്യങ്ങൾ ഉണ്ടാകണം. അത് മറന്നു പോകരുത്. അത്രത്തോളം നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ കരുതി പരിപാലിക്കുന്നുണ്ട്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.